തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയതിന്റെ വിജയാഹ്ലാദത്തിൽ ആവേശത്തിലാണ് ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിജയാഹ്ലാദ റാലി. വിജയശ്രീ ലാളിതരായ 50 കൗൺസിലർമാരുമായി ഓപ്പൺ ജീപ്പിൽ ഒരു ആഹ്ലാദ റാലി. അതിന് നേതൃത്വം വഹിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഭരണസിരാ കേന്ദ്രത്തിൽ ആരാകും മേയറായി എത്തുക? സൂചന ലഭിച്ചു തുടങ്ങിയോ? അശ്വതി, BJPയുടെ ഒരു സംഘടനാ സംവിധാനം വെച്ച് അത് BJP ഏറ്റവും ക്രിയാത്മകമായി ചെയ്യുന്ന ഒരു നിലപാടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ പറച്ചിലോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ പറച്ചിലോ ഒന്നും ഉണ്ടാവില്ല. സംഘടന ഒരാളെ തീരുമാനിക്കും. ആ സംഘടന തീരുമാനിക്കുന്ന ഒരു ആൾ സാഹചര്യത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മേയർ ആരാകും എന്നത് സംബന്ധിച്ച ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത് സംഘടനയാണ്. ആ അന്തിമമായ തീരുമാനം മാത്രമാണ് ഉണ്ടാവുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത് ഒരു അച്ചടക്കമുള്ള സംഘടന ആയതുകൊണ്ട് തന്നെ ഒരിക്കലും തങ്ങൾക്ക് മേയറാകണം അല്ലെങ്കിൽ താൻ മേയറാകും എന്ന ഒരു നിലപാട് ഒരിക്കലും ഒരു സംഘടനയിലെ ഈ ഒരു സംഘടനയ്ക്കകത്ത് BJPക്കുള്ളിൽ പ്രത്യേകിച്ച് ഒരാൾ പോലും അത്തരത്തിലുള്ള നിലപാടുമായി രംഗത്തെത്തുകയില്ല. അതുകൊണ്ട് തന്നെ സംഘടനയായിരിക്കും ഇതിന്റെ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്. മേയർ ആരാകണമെന്ന തീരുമാനത്തിലേക്ക് സംഘടനയായിരിക്കും അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സംഘടനാ ചർച്ചകൾ പ്രത്യേകിച്ച് ഭരണത്തെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇതൊക്കെ വരും ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം എടുത്തു പറയേണ്ടത് BJPയുടെ ഈ ഒരു വിജയാഹ്ലാദ റാലിക്ക് ആവേശപൂർണമായ ഒരു സ്വീകരണം തന്നെയാണ് നാട്ടുകാർ നൽകുന്നത്, അനന്തപുരി നിവാസികൾ നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വാഹനങ്ങളിൽ പോകുന്നവർ പോലും വലിയ ആഹ്ലാദത്തോടുകൂടി BJPയുടെ കൗൺസിലർമാർ എത്തുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ കൈയുയർത്തുമ്പോൾ അവരൊക്കെ വലിയ ആഘോഷത്തോടുകൂടി സ്വീകരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൽ കടന്നു പോകുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത്. 14 വാഹനങ്ങളിലായി 50 കൗൺസിലർമാർ ഇപ്പോൾ അനന്തപുരിയുടെ വിരിമാറിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. അനന്തപുരിയിലെ ഓരോ ജനങ്ങൾക്ക് മുന്നിലും നേരിട്ടെത്തി അവർക്ക് മുന്നിൽ നന്ദി അറിയിക്കുകയാണ്. തങ്ങളുടെ 50 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് തങ്ങളുടെ കൗൺസിലർമാരെ വിജയിപ്പിക്കാൻ ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന അനന്തപുരി നിവാസികൾക്ക് അവർ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു വിജയം. പ്രത്യേകിച്ച് സംഘടനാ തലത്തിലുള്ള അച്ചടക്കത്തിലൂടെയുള്ള പ്രവർത്തനം BJP പ്രവർത്തകരുടെ ഒരു പ്രവർത്തനം തന്നെയാണ് ഈ ഒരു തലത്തിലേക്ക് BJPയെ ഉയർത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ 14 തുറന്ന ജീപ്പുകളിലായി 50 കൗൺസിലർമാർ തിരുവനന്തപുരം നഗരത്തെ കറങ്ങിക്കൊണ്ട് ഇപ്പോൾ ഈ വിജയാഹ്ലാദ റാലി നന്ദി അറിയിപ്പിച്ചുകൊണ്ടുള്ള വിജയാഹ്ലാദ റാലി എത്തി നിൽക്കുന്നത് കരമന ജംഗ്ഷനോട് അടുക്കുകയാണ്. കരമനയുള്ള ഓരോ ജനങ്ങളും ഈ വിജയാഹ്ലാദ റാലിയുടെ ഭാഗമാകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം ഓരോ കൗൺസിലർമാരും സ്നേഹത്തോടുകൂടി ആ ജനങ്ങൾക്ക് മുന്നിൽ കൈ ഉയർത്തുമ്പോൾ ആ കൈ തിരിച്ച് അതേ സ്നേഹത്തോടുകൂടി തിരിച്ച് ജനങ്ങൾ അഭിസംബോധന ചെയ്യുന്ന കാഴ്ച ഓരോരുത്തരും നമുക്കിപ്പോൾ അനന്തപുരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് അനന്തപുരി നിവാസികൾ ഈ 50 കൗൺസിലർമാർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. വലിയ ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് ഇപ്പോൾ അനന്തപുരിയിൽ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആവേശജനമായ സ്വീകരണം തന്നെയാണ് ഈ വിജയാഹ്ലാദ റാലിയിൽ കൗൺസിലർമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം 50 കൗൺസിലർമാർക്കൊപ്പം BJPയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും ഒപ്പം തന്നെ നിരവധി പ്രവർത്തകരും ബൈക്ക് റാലിയായി പിന്നാലെ കൂടുന്ന കാഴ്ച അനന്തപുരിയെ പൂർണ്ണമായും തീർച്ചയായും വിനീഷ്, മറ്റൊരു കാര്യം കൂടി, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഈ BJPയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കേരളത്തിൽ കാണുന്നു. അതായത് അവിടുത്തെ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നേരെ വധഭീഷണി മുഴക്കുന്നു, വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കുന്നു,
സംഭവിക്കുന്നു. ഈ കഷ്ടപ്പെട്ടൊട്ടിക്കുന്ന BJP-യുടെ പോസ്റ്ററുകളെല്ലാം വലിച്ചു കീറി കളയുന്നു, BJP-യുടെ ഓഫീസിന് തീയിടുന്നു, BJP-യുടെ ഓഫീസ് നശിപ്പിക്കുന്നു. അങ്ങനെ നിരവധി ഒരുപാട് തരത്തിൽ ഈ BJP-യെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു CPM-ഉം കോൺഗ്രസും ചേർന്ന്. എന്തായാലും ജനങ്ങൾ ഈ BJP-യെ കാത്തു. BJP-യിൽ അവർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അത് ജനങ്ങൾ നൽകി. അതിന്റെ പിൻബലത്തിൽ ജനങ്ങളുടെ ഒരു ഒറ്റ ഉറപ്പിന്മേൽ, അവരുടെ ആ ഒരു വിശ്വാസത്തിന്മേലാണ് BJP തലസ്ഥാനത്തടക്കം കൊടി നാട്ടിയത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിലും ഇത്തരം ഒരു ഒറ്റതിരിഞ്ഞുള്ള ആക്രമണം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ BJP നേതൃത്വം അതിനെ എങ്ങനെയാകും പ്രതിരോധിക്കുക? തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയതിന്റെ ആ വിജയാഹ്ലാദം, വിജയാഘോഷത്തിലാണ് BJP. അങ്ങനെ ഒടുവിൽ തലസ്ഥാനം 45 വർഷം കൊണ്ട് പടുത്തുയർത്തിയ ചെങ്കോട്ട തകർത്ത് തരിപ്പണമാക്കി അവിടെ താമരപ്പൂ വിരിയിച്ചിരിക്കുകയാണ് BJP. അതിന്റെ ആഹ്ലാദ പ്രകടനം, ജനങ്ങളോട് നന്ദി പ്രകടിപ്പിക്കുകയാണ് 50 കൗൺസിലർമാരും ഒപ്പം BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും കൂടി ചേർന്ന്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഈ BJP ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. UDF-ഉം CPM-ഉം ചേർന്ന് ഈ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ വലിച്ചു കീറുന്നു, അവർക്കെതിരെ വധഭീഷണി ഉന്നയിക്കുന്നു, ഒപ്പം പല വോട്ടർമാരെയും പണം കൊടുത്ത് സ്വാധീനിക്കുന്നു. അങ്ങനെ ഒരുപാട് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഒരു ശ്രമം ഈ CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ഈ വർഗീയ ശക്തികളെ അടക്കം കൂട്ടുപിടിച്ച് BJP-യെ തോൽപ്പിക്കാൻ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. അപ്പോൾ വരും ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഈ BJP-യുടെ വിജയം അവരുടെ മസ്തകത്തിനേറ്റ അടി തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ അടങ്ങിയിരിക്കില്ല. വരും ദിവസങ്ങളിലും BJP ആക്രമിക്കാനുള്ളൊരു ശ്രമം പലതരത്തിലും ഉണ്ടാകും. എങ്ങനെയായിരിക്കും ആ ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിക്കുക BJP? കോൺഗ്രസിന് വെച്ച വലിയ തിരിച്ചടി തന്നെയാണ് BJP-യുടെ ഈ ഒരു വിജയാഘോഷം എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ BJP-യുടെ തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരത്തെ ഓഫീസ്, BJP-യുടെ ബൂത്ത് ഓഫീസ് അടക്കം CPM പ്രവർത്തകർ അടിച്ചു തകർക്കുകയും തീയിട്ട് കത്തി നശിപ്പിക്കുകയൊക്കെ ചെയ്ത കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചതാണ്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള പ്രഹരം ഈ 50 BJP കൗൺസിലർമാർ വിജയിച്ചതോടുകൂടി CPM-നും കോൺഗ്രസിനും വലിയ രീതിയിൽ തിരിച്ചടിയായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇരുവരും ചേർന്നുള്ള ഒരു അഴിമതി ഭരണമായിരുന്നു തിരുവനന്തപുരത്തെ നയിച്ചുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരുന്നത്. അതിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് BJP-ക്കുണ്ടായ ഈ ചരിത്ര വിജയം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി കോൺഗ്രസും CPM ഒക്കെ ആലോചിക്കുന്നത്, പ്രത്യേകിച്ച് LDF-ഉം UDF-ഉം ഒക്കെ ആലോചിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെ തങ്ങൾക്ക് ഒരുമിച്ച് ഭരിക്കാൻ തിരുവനന്തപുരം നഗരസഭയിൽ സാധിക്കും, അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് LDF-ഉം UDF-ഉം ശ്രമം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിന്റെ ഈ കൗൺസിലർമാർ 50 BJP കൗൺസിലർമാർ വിജയിച്ച സാഹചര്യത്തിൽ പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ളവർ വ്യക്തമാക്കിയത് തങ്ങൾക്ക് BJP-യെ മാറ്റി നിർത്താൻ, തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് പാലക്കാട് നഗരസഭയിൽ നിന്ന് BJP-യെ മാറ്റി നിർത്താൻ ഏതൊക്കെ തരത്തിലുള്ള വഴികൾ സ്വീകരിക്കാൻ സാധിക്കും, അത്തരം നീക്കങ്ങളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം അതിന് സമാനമായ ശ്രമം ഇപ്പോഴും നടക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനം കണ്ണമ്മൂലയിൽ സ്വതന്ത്രനായി ജയിച്ച തിരുവനന്തപുരം നഗരസഭയിലെ കണ്ണമ്മൂല വാർഡിൽ സ്വതന്ത്രനായി ജയിച്ച രാജാകൃഷ്ണന് ഏത് വിധാനവും തങ്ങളുടെ CPM-ഉം കോൺഗ്രസും ശ്രമം നടത്തി തുടങ്ങി എന്നതാണ് നമുക്ക് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിജയം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. ഏത് വിധേനയും BJP-യെ ഭരണത്തിൽ നിന്ന്, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തണം. മാറ്റി നിർത്തിയാൽ മാത്രമേ CPM-ഉം കോൺഗ്രസും ഇതുവരെ നടത്തിയ അഴിമതികൾ വീണ്ടും
ജനങ്ങൾക്ക് മുന്നിൽ മറച്ചു പിടിക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. നിരവധി അഴിമതികൾ നടത്തി ആ അഴിമതികളൊക്കെ പുറത്തു വരാതിരിക്കാനുള്ള ശ്രമം ഇരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുമിച്ച് നടത്തുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും BJP 50 എന്ന ആ ഒരു മാന്ത്രിക സംഖ്യയിലെത്തുന്നു. കേവല ഭൂരിപക്ഷത്തിലേക്കൊക്കെ BJPക്ക് 51 സീറ്റുകളാണ് തിരുവനന്തപുരം നഗരസഭയിൽ വേണ്ടത്. പക്ഷേ നിലവിൽ 50 എത്തുമ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന രീതിയിൽ BJPക്ക് ആദ്യഘട്ടങ്ങളിൽ ഭരണം നടത്താൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭരണം BJP നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ ഏത് വിധേനയും BJP എന്ന രാഷ്ട്രീയ സംഘടന ഏതൊക്കെ ത്രിതല പഞ്ചായത്തുകളിലാണോ ഒപ്പം തന്നെ കോർപ്പറേഷനിലാണോ മുനിസിപ്പാലിറ്റിയിലാണോ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി പഞ്ചായത്തുകളിലാണോ ഒപ്പം തന്നെ കോർപ്പറേഷനിലാണോ മുനിസിപ്പാലിറ്റിയിലാണോ ഏറ്റവും വലിയ ഒറ്റക്കക്ഷികളായി വന്നിട്ടുള്ളത് അവിടെയൊക്കെ CPM കോൺഗ്രസ് അന്തർധാര സജീവമാക്കുകയാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെയും നേതാക്കൾ നടത്തുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞത് ഇന്ന് പുലർച്ചെ ഇന്ന് രാവിലെ തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ കാണാൻ സാധിച്ചത് അത്തരത്തിൽ തന്നെയുള്ള നിലപാടുകൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് BJPയുടെ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിച്ചത് CPM ML അല്ലെങ്കിൽ മന്ത്രി കൂടിയായ മന്ത്രി V ശിവൻകുട്ടി കണ്ണമ്മൂലയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നേരിട്ട് തന്റെ വസതിയിലേക്ക് വിളിച്ച് കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം വരെ എത്തുന്നു. പ്രത്യേകിച്ച് നമുക്കത് കാണാൻ സാധിച്ചതാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് പ്രധാനമായും അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണത്തിൽ നിന്ന് BJPയെ നീക്കി നിർത്താനുള്ള ശ്രമം നടത്തുന്നു. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തങ്ങൾ ഭരണം ഉറപ്പാക്കുമെന്ന മുദ്രാവാക്യവുമായി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കൊണ്ട് അവർക്ക് മുന്നിൽ നന്ദി ഈ കൗൺസിലർമാർ അറിയിക്കുന്നത്. നമുക്കറിയാം, വിജയാഹ്ലാദ റാലിക്കോടൊപ്പം ഓരോ ജനങ്ങൾക്ക് മുന്നിലും എത്തി നന്ദി അറിയിക്കുകയാണ് BJP കൗൺസിലർമാർ. വലിയ ആവേശത്തിലാണ് അനന്തപുരി. കാരണം വികസിത അനന്തപുരിക്കായി ഏകദേശം തിരുവനന്തപുരം നഗരസഭയിലെ തന്നെ 10 ലക്ഷത്തിലധികം ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഇനി BJPയിലൂടെ വികസനമെന്ന മുദ്രാവാക്യം തന്നെയാണ് ഓരോ ജനങ്ങളും ാസികളുടെ ഓരോ ചിന്തയിലും ഇനി വികസിത BJPയിലൂടെ എന്ന വിലയിരുത്തൽ തന്നെയാണുള്ളത്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം വോട്ടുകളായി രേഖപ്പെടുത്തിക്കൊണ്ട് BJPയുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ ഈ തിരുവനന്തപുരം നഗരസഭയിൽ സാധിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. BJPയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനം ഇത്തരത്തിലായിരുന്നു. കേന്ദ്ര പദ്ധതികൾ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനന്തപുരിയിലേക്ക് എത്തിച്ചുകൊണ്ട് 45 ദിവസത്തിനകം തിരുവനന്തപുരത്തെ BJP അധികാരത്തിലെത്തിയ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനന്തപുരിയിൽ എത്തിച്ചുകൊണ്ട് വികസിത അനന്തപുരിയുടെ പദ്ധതികൾക്ക് രൂപം കൊടുക്കുമെന്ന ഒരു പ്രധാന മുദ്രാവാക്യമായിരുന്നു BJP ജനങ്ങൾക്ക് മുന്നിൽ വാഗ്ദാനമായി നൽകിയത്. അത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന സുവർണ്ണ നിമിഷത്തിലേക്കാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ സ്വപ്ന പദ്ധതികളൊക്കെയും യാഥാർത്ഥ്യമാകാൻ പോകുന്നു. സ്വപ്നമല്ല ഒന്നും, ഇത് യാഥാർത്ഥ്യമാണ്. BJPയുടെ മുന്നിൽ ഈ യാഥാർത്ഥ്യം സമ്പൂർണ്ണമാകാൻ പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത ഭാരതം നമ്മളെല്ലാവരും കണ്ടതാണ്. ഓരോ സംസ്ഥാനത്തും വികസനത്തിൻ്റെ ഓരോ മുന്നേറ്റങ്ങളും കാഴ്ചവെക്കുന്നു. ലോകത്തിന് മുന്നിൽ രാഷ്ട്രം അതിവേഗത്തിൽ കുതിച്ച് മുന്നേറുന്നു. ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നു നമ്മുടെ രാഷ്ട്രത്തെ, നമ്മുടെ ഭാരതത്തെ. അതിൻ്റെ അലയൊലികൾ ഇതാ തലസ്ഥാനത്തും എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വികസിത അനന്തപുരി എന്ന മുദ്രാവാക്യത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച തലസ്ഥാനവാസികൾക്ക് നിറഞ്ഞ മനസ്സോടെ നന്ദി ചൊല്ലുകയാണ്, നന്ദി നേരുകയാണ് BJP കൗൺസിലർമാർ, BJP നേതാക്കൾ. ഇപ്പോൾ മനോജ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. മനോജ്, നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും അരവങ്ങളോടെ ആഹ്ലാദത്തോടെയാണ് ജനങ്ങൾ ഈ ആഹ്ലാദ പ്രകടനത്തെ വരവേൽക്കുന്നത്. അവരോടൊക്കെയും നിറഞ്ഞ മനസ്സോടെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മറ്റ് ജില്ലാ സംസ്ഥാന നേതാക്കൾ 50 കൗൺസിലർമാർ നന്ദി അർപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആഹ്ലാദ പ്രകടനം എവിടെയാണ് എത്തിയിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. തീർച്ചയായും ഇപ്പോൾ ഈ ആഹ്ലാദ പ്രകടനം പൂജപ്പുര ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. തമ്പാനൂർ ഭാഗത്തുനിന്നും ഇപ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അങ്ങനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ ഒരു യാത്ര, അതിന് പുറകിലായി 50 കൗൺസിലർമാർ, BJPയുടെ 50 കൗൺസിലർമാർ അങ്ങനെ ഓരോ തുറന്ന വാഹനങ്ങളിലായി മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുഭാഗത്തും
ജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അഭിമാനത്തോടെ അവർ അനന്തപുരിയുടെ വീതിയിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. എല്ലാവരും ഒന്ന് പറയുന്നുള്ളൂ, അതായത് അനന്തപുരിയിൽ വികസനം അത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. അതിനപ്പുറം മറ്റൊന്നില്ല എന്നുള്ളതാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അനന്തപുരിയിലേക്ക് വരും എന്നുള്ള ഉറപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. അത്തരത്തിൽ അനന്തപുരിയുടെ ജനത കാത്തിരിക്കുന്ന ആ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് റോഡിന് ഇരുവശവും അണിനിരക്കുന്ന ജനങ്ങൾ, അനന്തപുരിയിലെ ജനങ്ങൾ അങ്ങനെ BJPയുടെ സാരഥികളെ, അങ്ങനെ BJPയുടെ കൗൺസിലർമാരെ സ്വീകരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി അവർ ആഗ്രഹിച്ച മാറ്റം അത് തന്നെയാണ് അനന്തപുരിയിൽ ഉണ്ടായിരിക്കുന്നത്. ഓരോരുത്തരും ആഗ്രഹിച്ച മാറ്റം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. LDFന്റെ കുത്തക സീറ്റുകൾ അടക്കം പിടിച്ചെടുത്തുകൊണ്ട് BJP നേതൃത്വം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ വിജയക്കുതിപ്പിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഈ കാണുന്ന വിജയരഥയാത്രയും. എന്തായാലും വളരെ അഭിമാനപൂർവ്വം അങ്ങനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഇനി മാറേണ്ടത് മാറുമെന്നുള്ളതാണ്. ആദ്യ തുടക്കം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതിനപ്പുറത്തേക്ക് ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്നുള്ള കാര്യം. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന നിമിഷം എന്നതിനപ്പുറം മറ്റൊന്നുമല്ല. കാരണം തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു കാലത്ത് BJP ഒന്നുമാവില്ല എന്ന് ഉള്ള കമ്മ്യൂണിസ്റ്റ് പേരാണെന്ന് അന്ന് ആഹ്വാനം ചെയ്തിരുന്നു. എങ്കിൽ ഇന്ന് അവർ മറുപടി നൽകിക്കൊണ്ട് BJPയുടെ ഓരോ കൗൺസിലർമാരായി അങ്ങനെ നഗരം ചുറ്റുകയാണ്. ഒന്നുമല്ല, അവരെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതാണ്. ജനവിധി തേടി ഇറങ്ങിയപ്പോൾ അവർ ജനങ്ങളോട് സംവദിച്ചത് മറ്റൊന്നുമല്ല, വികസനം തന്നെയാണ്. എന്തായാലും നമ്മളോടൊപ്പം BJPയുടെ കൗൺസിലർമാരായിട്ടുള്ള ആശാനാഥ് ഉൾപ്പെടെയുണ്ട്. ഈ വളരെയധികം അഭിമാനകരമായിട്ടുള്ള ഈ നിമിഷം ജനങ്ങളോട് എന്താണ് പറയുന്നത്? ഒരുപാട് നന്ദി. കാരണം തിരുവനന്തപുരം ജനത അവർ ഒരുപാട് ആഗ്രഹിച്ച മാറ്റമാണ് ഞങ്ങൾ ഓരോ ജനപ്രതിനിധികളിലൂടെ നടപ്പിലാക്കി. ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി പറയാനുള്ളത് തിരുവനന്തപുരം ഇനി മാറാത്തത് മാറുമെന്ന് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കാത്തിരുന്നോളൂ. തിരുവനന്തപുരം നഗരത്തെ ഞങ്ങൾ എല്ലാവരും മാറ്റിയെടുക്കും. 50-ലേക്ക്. അതെ, തീർച്ചയായിട്ടും. അത് ജനങ്ങൾ ഞങ്ങൾക്ക് തന്നതാണ്. അവർ വോട്ടിലൂടെ ഈ അഴിമതിക്കും അക്രമത്തിനുമൊക്കെ എതിരെ അവർ ഒരു മറുപടിയാണ് ഈ വോട്ടിലൂടെ. അത് ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെ സ്വീകരിക്കുകയും ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി തിരുവനന്തപുരം നഗരത്തെ ഒരു പുതിയ മുഖമായി ഞങ്ങൾ എല്ലാവരും മാറ്റി. 5 വർഷം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 5 വർഷം ഇതിനപ്പുറം ഞങ്ങൾ മാറ്റിയെടുക്കും. അതുകൊണ്ട് നമുക്ക് ഇതിന് ഇരട്ടി സീറ്റുകൾ തന്നെ 5 വർഷം കഴിയുമ്പോൾ വിജയിക്കേണ്ടതിലും ഇത്രയധികം മധുരം ഇങ്ങനെ ഇത്രയും അധികം ആത്മവിശ്വാസം, ഇത്രയധികം സന്തോഷമൊക്കെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ പ്രതിപക്ഷത്തിലേക്ക് നമുക്കറിയാം ഫണ്ടുകൾ ചോദിച്ച് കയറി ഇറങ്ങേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനി അങ്ങനെ വരില്ല. നമ്മുടെ നേരാണ് വരാൻ പോകുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി 45 ദിവസങ്ങളിൽ വരും. നമുക്ക് എത്ര പറഞ്ഞാലും മതി വരാത്ത സന്തോഷമാണ് നമുക്കുള്ളത്. നിശ്ചയം അത് തന്നെയാണ്. എന്തായാലും നേരത്തെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഫണ്ടുകൾക്ക് വേണ്ടി ഇവരുടെ മുന്നിലൊക്കെ, അതായത് അന്ന് ആര്യ രാജേന്ദ്രനായിരുന്നു ഉള്ളത്. അതോടൊപ്പം ഓരോ സ്റ്റാൻഡിംഗ് കൗൺസിലിൽ അപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം, എന്നാലും അനുവദിച്ചു കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മുതൽ കേന്ദ്ര പദ്ധതികളടക്കം ഓരോ വാർഡുകളിലും നടപ്പിലാക്കാൻ, ഓരോ ഡിവിഷനുകളിലും കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് തന്നെയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. എന്തായാലും പുതിയ വാർഡുകൾ, അതായത് നേരത്തെ നമ്മളോട് സംസാരിച്ച ആശാനാഥ് ഉൾപ്പെടെ കരുമം വാർഡിലാണ് വിജയിച്ചത്. അത്തരം ഡിവിഷനുകൾ, അതായത് കരുമം ഡിവിഷൻ തന്നെ പലതരത്തിലും BJP നേരത്തെയൊക്കെ വിജയിക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങനത്തെ തടയിട്ടുകൊണ്ട് ഇടത് വലത് കൂട്ടായ്മകൾ അത് പലയിടത്തും പ്രവർത്തിച്ചിരുന്നു മുൻപൊക്കെ. എന്നാൽ ഇത്തവണ അത് പ്രവർത്തിച്ചിട്ട് പോലും അവിടെ എത്തുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവർക്ക്. ഇനിയും ഇതുപോലെ തന്നെയാണ് ഓരോ ഡിവിഷനുകളും. ഇന്ന് BJPക്ക് നഷ്ടമായ, BJP 2ാമത് സ്ഥാനത്തേക്ക് വന്ന വിവിധ ഡിവിഷനുകളുണ്ട്. അവിടെയൊക്കെ തന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വരും വിജയം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. വിജയമെന്ന് പറയുന്നത് അത് NDAക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയല്ല, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിജയമാണ് എന്നുള്ള കാര്യം തന്നെയാണ് അവർ ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നത്. കാരണം നാട്ടിൽ വികസനമാണ് വരേണ്ടത്, അല്ലാതെ മറ്റു തരത്തിലുള്ള വിവാദങ്ങൾ ഉയർത്തിയിട്ടോ അല്ലെങ്കിൽ അക്രമങ്ങൾ അയച്ചുവിട്ടിട്ടോ കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, അനന്തപുരിയുടെ നഗരത്തിൽ നിൽക്കുമ്പോൾ AKG സെന്ററിൽ നിൽക്കുന്ന വാർഡ് പോലും, ആ ഡിവിഷൻ പോലും CPMന് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. IT ബിനു ആയിരുന്നു അവിടെയുള്ള സ്ഥാനാർത്ഥി. IT ബിനുവിനെ പോലും ജനങ്ങൾ വേണ്ട എന്ന് വെക്കുന്നുണ്ട്. ആ കുപ്പൂരി ഡിവിഷനിൽ പോലും അത്രയും വിലയെ CPMന് അല്ലെങ്കിൽ LDFന് നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അങ്ങനെ ഭരണവിരുദ്ധ വികാരം അത് തന്നെയാണ് നാടെങ്ങും അലയടിക്കുന്നത്. മനോജ് പറഞ്ഞതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം അലയടിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് അനന്തപുരി BJPയുടെ കൈകളിൽ ഭദ്രം. അതിന്റെ ആഹ്ലാദ പ്രകടനം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂജപ്പുരിയിലാണ് ഇപ്പോൾ
BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന ഈ ഒരു വിജയ ആഹ്ലാദ പ്രകടനം പ്രയാണം തുടരുന്നത്. പ്രജിത് മോഹനും കൂടി ചേരുകയാണ്. പ്രജിത്ത്, 50 സീറ്റുകൾ, ആ 50 സീറ്റുകൾ നൽകി അനന്തപുരിയുടെ ജനത, തലസ്ഥാന നിവാസികൾ BJPക്ക് ഭരണം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി 5 വർഷം സുനിശ്ചിതമായ വികസനമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ജനങ്ങൾ കാത്തിരിക്കുന്നത്. അത് BJP നൽകും എന്ന കാര്യത്തിൽ അത്രത്തോളം ഉറപ്പുമുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് തന്നെയാണ്. അനന്തപുരിയുടെ മുഖച്ഛായ ഇനി മാറാൻ പോവുകയാണ്. വികസിത അനന്തപുരി എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഇതാ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ, ഈ നേർസാക്ഷ്യമല്ലേ? പ്രജിത്ത്, കേൾക്കാമോ? തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയതിന്റെ വിജയാഹ്ലാദം പങ്കുവെക്കുകയാണ് BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതാ വിജയാഹ്ലാദ റാലി പ്രയാണം തുടരുന്നു. പ്രജിത്ത് ചേരുകയാണ്. പ്രജിത്ത്, ഇപ്പോൾ പൂജപ്പുര പിന്നിട്ടിരിക്കുകയാണ് ഈ ആഘോഷ റാലി, ആഘോഷ പ്രകടനം, മറ്റു വിവരങ്ങൾ? ഇപ്പോൾ ജഗതിയിലെത്തിച്ചേർന്നു. പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിൽ പ്രജിത്ത്, തുടരാം. വീണ്ടും ഈ വിജയാഘാത റാലി അത് പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. എല്ലായിടങ്ങളിലും വലിയ തോതിലുള്ള BJP പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ സംസാരിച്ച് അവരെയൊക്കെ കണ്ട് മുന്നിലേക്ക് പതുക്കെ റാലി അങ്ങനെ നീളുകയാണ്. എന്തായാലും വലിയൊരു വിജയം, ചരിത്രപരമായ വിജയം. തലസ്ഥാനത്തിന്റെ ഭരണമാറ്റത്തിലൂടെ, കോർപ്പറേഷന്റെ ഭരണമാറ്റത്തിലൂടെ കേരളത്തിന്റെ തന്നെ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് ദിശാസൂചകമായി തീർന്ന ഒരു വിജയം സ്വന്തമാക്കിയതിന്റെ ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ് തലസ്ഥാനത്തെ മുഴുവൻ BJP പ്രവർത്തകരും. നമുക്കത് ദൃശ്യങ്ങളിലെല്ലാം കാണാൻ കഴിയും. വലിയ തോതിലുള്ള സംഖ്യ ഈ പറയുന്ന റാലിക്ക് കൂടെയുണ്ട്. ആദ്യം പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ, ഒപ്പം തന്നെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുമുണ്ട്. അവർക്കൊപ്പം പിന്നിലായി ഈ പറയുന്ന സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്. അവർ ഇരുചക്ര വാഹനങ്ങളിലും മറ്റുമൊക്കെ വലിയ അകമ്പടി സേവിക്കുന്ന രീതിയിൽ വലിയ ആഹ്ലാദത്തോടെ ഈ റാലിക്കൊപ്പം ചേരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത്രയും നേരം നമ്മൾ വിജയിച്ച പല സ്ഥാനാർത്ഥികളുടെയും പ്രതികരണങ്ങൾ കണ്ടു. BJPയുടെ വാഗ്ദാനങ്ങൾ അത് നേരത്തെ പല വർഷം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഒരു വർഷത്തിനുള്ളിൽ തലസ്ഥാനത്തെ തെരുവ് നായരഹിതമാക്കും, അവയെല്ലാം പൂട്ടുന്ന സാഹചര്യമുണ്ടാകും, തെരുവുകളിൽ തെരുവ് നായ്ക്കൾ അലഞ്ഞിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുമെന്നുള്ളത് തിരുവനന്തപുരത്തിന്റെ ഈ ശുചീകരണ പ്രഖ്യാപനം അത് സർക്കാർ നടത്തിയതുപോലെ ശുചിത്വ കേരളം എന്നുള്ള കപട പ്രചാരണമായിരിക്കില്ല എന്നുള്ള കാര്യവും BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ ഉറപ്പു നൽകുന്നതാണ്. ഒപ്പം 45 ദിവസത്തിനുള്ളിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, പ്രധാന സേവകൻ നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തുകയും അവിടെ അനന്തപുരിയുടെ ഭാവി വികസന പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളതാണ് BJPയുടെ ഈ വാഗ്ദാനം. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ സാധാരണ കക്ഷി രാഷ്ട്രീയ വിഷയങ്ങളല്ല BJP മുന്നോട്ട് വെച്ചത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. കാരണം സാധാരണ നിലയിൽ പ്രദേശ സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾക്കപ്പുറത്തേക്ക് വികസനം എന്നത് പ്രാദേശിക തലത്തിൽ കൂടി തന്നെ വേണം, അവിടെ നിന്ന് വേണം നാടിന്റെ വികസനം ആരംഭിക്കാനുള്ള കൃത്യമായ സന്ദേശം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പകർന്നിരുന്നു. അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹവും BJPയുടെ സ്ഥാനാർത്ഥികളും എല്ലാം പറഞ്ഞത് അനന്തപുരിയുടെ വികസനം എന്നുള്ളതാണ്. അനന്തപുരിയുടെ വികസനത്തിലൂടെ, തിരുവനന്തപുരത്തിന്റെ വികസനത്തിലൂടെ കേരളത്തിന്റെ വികസനം എന്നുള്ളതാണ്. അങ്ങനെ വികസിത ഭാരതത്തിനൊപ്പം കുതിക്കാൻ കേരളത്തെയും സജ്ജമാക്കുമെന്ന പ്രഖ്യാപനം അത് വലിയ രീതിയിൽ അനന്തപുരിയിലെ ജനങ്ങളെ ചേർത്തു എന്നുള്ളതാണ്. BJPയുടെ ഒരു വിജയത്തിന്റെ ഭാവി സാധ്യതകളെ പറ്റി നമ്മൾ BJP നേതാക്കളോട് തന്നെ ചോദിച്ചപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില ഉദാഹരണങ്ങളുണ്ട്, ചില കണക്കുകളുണ്ട് എന്നുള്ളതാണ്. കാരണം പല മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം BJP നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അനന്തപുരിയിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെയും BJPക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിന്റെ കണക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ 12 വാർഡുകളിലാണ് BJP വിജയിച്ചത്.
അവിടെ 11 സീറ്റ് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് 12 സീറ്റിലേക്ക് BJP പോയത് എന്നുള്ളതാണ്. 16 സീറ്റ് പ്രതീക്ഷിക്കുന്ന നേമത്ത് 17ലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളത് തിരുവനന്തപുരത്തെ വലിയ മാൻഡേറ്റിന്റെ ജനവിധിയുടെ ഉദാഹരണമാണ്. അതുപോലെ തിരുവനന്തപുരം മണ്ഡലത്തിൽ 7 സീറ്റും കഴക്കൂട്ടത്ത് 14 സീറ്റും നേടിയിട്ടുണ്ട് BJP. അങ്ങനെ മിക്ക വാർഡുകളിലും ഉണ്ടായിട്ടുള്ള വിജയം അത് തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് BJPയുടെ ഭാവി സാധ്യതകൾ വ്യക്തമാക്കുന്ന വിജയം കൂടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമാണ് ഒന്ന്, അനന്തപുരിയുടെ വികസനം അത് അതിവേഗം സാധ്യമാക്കുമെന്നുള്ളതാണ് ഉറപ്പു നൽകുന്നത്. ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ജീവൻ പ്രശ്നങ്ങൾ ആവർത്തിച്ച് തലസ്ഥാനത്തെ കുടിവെള്ളം മുടങ്ങുന്നത്, ഒപ്പം തെരുവനായ പ്രശ്നം, ശുചീകരണ മാലിന്യ പ്രശ്നങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകൾ എന്നിവയൊക്കെ അതിവേഗം പരിഹരിക്കുമെന്നുള്ള ഉറപ്പാണ് BJP നൽകുന്നത്. ഒപ്പം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ദിശാസൂചകമായ വിജയമായി BJP ഇതിനെ വിലയിരുത്തുന്നു. തലസ്ഥാനത്ത് തിരുവനന്തപുരത്തെ പുതിയ മേയറായിരിക്കുമെന്നുള്ളത് ആരായിരിക്കുമെന്നുള്ളത് പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ സംസ്ഥാനത്ത് വരാൻ പോകുന്ന പുതിയ ഭരണമാറ്റത്തിന്റെ ദിശാസൂചന തന്നെയാണ് ഈ മഹാവിജയം. അനന്തപുരിയുടെ ഹൃദയം കീഴടക്കി BJP NDA ഇപ്പോൾ ആഹ്ലാദ പ്രകടനം പ്രയാണം തുടരുകയാണ്. വാർത്തയിലേക്ക്, കൂടുതൽ വിവരങ്ങളിലേക്ക്, കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്. Perfect match. Perfect life. Find your perfect partner on m4marry.com.